റാൻഡം ചെക്കിംഗ് ആണ് ഇപ്പോൾ നടത്തുക. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിരിക്കുന്നുവെന്ന് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖർ അറിയിക്കുന്നു. ബസ് സ്റ്റേഷനുകളിലും ബസ് സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ ജനങ്ങൾ കൂടാൻ ഇടയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ വിജിലന്റ് ആയിട്ടിരിക്കുന്നു പോലീസ് സംവിധാനങ്ങൾ. റാൻഡം ചെക്കിംഗ് ഉണ്ടാവും, എല്ലാവരെയും പരിശോധിക്കില്ല, പക്ഷേ പരിശോധനകൾ കേരളത്തിലും ഉണ്ടാകുമെന്ന് റവാദ ചന്ദ്രശേഖർ അറിയിക്കുന്നു. ഡൽഹി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്. കേരളത്തിലും പരിശോധന ശക്തമാക്കുന്നു, സുരക്ഷ ശക്തമാക്കുന്നു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഇപ്പോൾ DGP നമ്മളോട് സംസാരിച്ചതനുസരിച്ച് ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതുപോലെ ജനങ്ങൾ കൂടാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ റാൻഡമായി ചെക്ക് ചെയ്യുമെന്നാണ് DGP പറഞ്ഞിരിക്കുന്നത്. ഇത് ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞോ? എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ഡൽഹി സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഉടനീളം സുരക്ഷ ശക്തമാക്കാനാണ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അടിയന്തരമായി തന്നെ സംസ്ഥാനത്ത് ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കം പരിശോധന നടക്കുന്നു. ബസ് സ്റ്റാൻഡിൽ പരിശോധന നടക്കുന്നു. അതുപോലെ എറണാകുളത്തും കോഴിക്കോടും ഒക്കെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഇപ്പോൾ ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് എല്ലാം എല്ലാ വിങ്ങുകളും ഇറങ്ങിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതേസമയം കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അലർട്ട് മെസ്സേജുകൾ സംസ്ഥാനത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ഡൽഹിയിലെ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സ്വമേധയാ സംസ്ഥാന പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനകൾ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും സംസ്ഥാനത്ത് ഇല്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതേസമയം നമ്മൾ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്ത് ഏതെങ്കിലും കാരണവശാൽ ഒരു തരത്തിലുള്ള പഴുതുകളും ഉണ്ടാകരുത് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് ആക്ട് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും സുരക്ഷാ പരിശോധനയുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഏതെങ്കിലും സുരക്ഷയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളോ ആശങ്കപ്പെടേണ്ട മെസ്സേജുകളോ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനം സുരക്ഷിതമാണ്. നമ്മളൊരു കരുതലെടുക്കുന്നതേ ഉള്ളൂ എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. കരുതലാണ്. രാജ്യ തലസ്ഥാനത്തുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷേ അതൊരു പാനിക് ആവേണ്ട സിറ്റുവേഷൻ അല്ല എന്ന് വിശദീകരിക്കുന്നു DGP. സംസ്ഥാന പോലീസും